നമസ്കാരം. മീനാക്ഷി എന്ന യുവ നടിയും അവതാരകയും പുരോഗമന ആശയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ആ താരം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ആ പോസ്റ്റ് സംഘികളുടെ കുരു അടപടലം പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് ഗ്യാസ് കുറ്റിയിൽ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവർ ഒരു ക്യാപ്ഷൻ എഴുതി. ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: ഗ്യാസ് പോയത് നമ്മുടെയാ. യുദ്ധം പശ്ചിമേഷ്യയിലാണേലും യുദ്ധം എത്ര മാരകമാണെന്നറിയാൻ മുറ്റത്ത് മിസൈൽ വീഴണമെന്നില്ല. ഇതാണ് അവരുടെ പോസ്റ്റ്. എന്നിട്ട് ഗ്യാസ് കുറ്റിയിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലടേ എന്ന് ചോദിച്ചു പോവുകയാണ്. കാര്യം സംഘികളുടെ കുരുപൊട്ടൽ കാണുമ്പോൾ ആ ഗ്യാസ് കുറ്റി ഫില്ല് ചെയ്തിരിക്കുന്നു, നീ നേരെ പോയിട്ട് നിന്റെ മറ്റേ ആശാന്മാരടുത്ത് ചോദിക്കുക തുടങ്ങി ഒരു ചെറുപ്പക്കാരിയോട് കമൻ്റായിട്ട് സംഘികൾ രേഖപ്പെടുത്തുന്നതും അവരുടെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്ന ചിലതൊക്കെ കാണാനിടയായപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഘികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ്. ഈ പാചകവാതക സിലിണ്ടറിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബുക്ക് ചെയ്തവർക്ക് ഗ്യാസ് ലഭിക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും അത് വാർത്ത വരുന്നുണ്ട്. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ആ പ്രതിസന്ധി തുടർന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ജനം വലിയ ദുരിതത്തിലാകാൻ പോകുന്നു എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ ആ ഒരു സംഭവത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഗ്യാസ് സിലിണ്ടറിൽ പിടിച്ചു നിന്ന് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ താഴെ പോയി നിന്ന് ഈ സംഘികൾ വ്യാജ ഐഡിയിലും അല്ലാതെയെല്ലാം അവരുടെ കുരുപൊട്ടൽ അരങ്ങേറുന്നത്. നിങ്ങൾക്ക് മാത്രമേ ഈ നാട്ടിൽ അഭിപ്രായം പറയാവൂടെ? നിങ്ങളുടെ നേതാക്കന്മാരുടെ കഴിവുകേടുകളെക്കുറിച്ച് ഈ നാട്ടിൽ മിണ്ടാൻ പാടില്ലേ? അതായത് നമ്മുടെ നാട്ടിൽ ഈ ഗ്യാസ് പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് കേവലം ഒരാഴ്ച കൊണ്ട് നമ്മുടെ കച്ചവടം പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന വിശ്വ തള്ളലുകൾക്കപ്പുറം ഒരു ചുക്കും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഗ്യാസ് സംഭരിക്കാൻ വേണ്ടി വലിയ ഗോഡൌണുകളോ ഒരു മാസത്തേക്ക് നമുക്ക് ഈ നാട്ടിൽ ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാകാതെയോ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രതിസന്ധി ഉണ്ടാകാതെ പിടിച്ചു നിർത്താൻ പറ്റാത്ത സംവിധാനങ്ങളാണ് ഉള്ളതെന്ന് ഈ സമയത്ത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നാട്ടുകാരുടെ മുന്നിലേക്ക് അവർക്കുണ്ടായ ഒരു പ്രതിഷേധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെക്കുറിച്ചോ പശ്ചിമേഷ്യയിൽ ഉണ്ടായ ഒരു സംഭവം നമ്മുടെ വീട്ടുമുറ്റത്ത് മിസൈൽ വീണാൽ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, യുദ്ധം അപകടമാണ് എന്ന രീതിയിൽ അവർ പ്രതീകാത്മകമായ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനടി സമൂഹത്തിൽ മുന്നാലെ ഞങ്ങൾക്കെതിരെ സംസാരിച്ചോ ഉടനടി അവരെ അധിക്ഷേപിക്കുക. ഇത്രയേ ഉള്ളൂ സംഘികൾ. എന്തായാലും ചില കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. തള്ളലുകൾക്കപ്പുറമുള്ള റിയാലിറ്റി എന്താണെന്ന് നാട് മനസ്സിലാക്കേണ്ടതാണ്. വിശ്വഗുരു ലോകത്താകമാനം വലിയ നയതന്ത്ര ബന്ധമാണ്. ഒരാഴ്ചയിൽ കൂടുതലായി നമ്മുടെ നാട്ടിൽ പലർക്കും വീടുകളിൽ ഗ്യാസ് എത്തുന്നില്ല. ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം, ആകെ താളം തെറ്റിയൊരു അവസ്ഥ. അത് ആരുടെ വീഴ്ചയാണ്? അപ്പോൾ അപ്പുറത്ത് നോക്കൂ ഇപ്പുറത്ത് നോക്കൂ, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. പൊങ്കാല കുളമാക്കിയിട്ട് പറയുന്ന അതേപോലെയാണ്. ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഇത് ട്രസ്റ്റിന്റെ പ്രശ്നമാണ്, ഇത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമാണ്, ഇത് തദ്ദേശ വകുപ്പിന്റെ പ്രശ്നമാണ്, ഞങ്ങളെല്ലാം കറക്റ്റ് ആണ്. അതുപോലെയാണ് ഇപ്പോൾ പറയുന്നത്. എല്ലായിടത്തും നിങ്ങൾ നോക്കൂ, അവിടെയെല്ലാം പ്രശ്നമുണ്ടത്രേ. ഞങ്ങൾ എല്ലായിടത്തും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിൽ ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മറ്റുള്ളിടത്ത് പ്രശ്നം ഉണ്ടാകും പോലെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. അതാണ് യാഥാർത്ഥ്യം. അതിവിടത്തെ ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ ലോകത്തിലെ കാര്യങ്ങളെ വിലയിരുത്തുന്ന കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ അഭിപ്രായ പ്രകടനം നടത്തും. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ കുഞ്ഞു വായിൽ വലിയ വർത്തമാനം പറയണ്ടെന്നൊക്കെ പറയാൻ നിങ്ങളാരാണ്? നിങ്ങളാണോ ഈ നാട്ടിലെ അഭിപ്രായത്തിന്റെ അപ്പോസ്തലന്മാർ? അതുകൊണ്ട് മീനാക്ഷി പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ വാചകങ്ങൾ കൃത്യമായിട്ട് അർത്ഥവത്തായിട്ടുള്ള ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടതിന് ശേഷം ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ സംഘികളോട് പറയാനുള്ളത്, നിങ്ങളുടെ തിളച്ചു മറിയലിന് മുന്നിൽ ഒരു മനുഷ്യരും നിശബ്ദരാകാൻ പോകുന്നില്ല. നിങ്ങളുടെ കഴിവുകേടുകൾ ഈ നാട്ടിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. നോട്ട് നിരോധനത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഗ്യാസിന്റെ ഈ പ്രതിസന്ധി വരുമ്പോഴും കൈമലർത്തി നിൽക്കുന്ന ആ ദുരവസ്ഥ കാണുമ്പോൾ പറയണ്ടേ, ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്? വോട്ട് ചെയ്തവർക്ക് ഈ ഗതി വന്നാൽ അവർ പ്രതികരിക്കുമെന്നേ. അവരെ സംഘടിതമായി ആക്രമിച്ച് നിശബ്ദമാക്കി കളയാമെന്നൊക്കെ വിചാരിക്കുന്നത് സംഘികളുടെ ഊള ചിന്തയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് മീനാക്ഷിക്ക് ഐക്യദാർഢ്യം.